സോഷ്യൽ മീഡിയയിലൂടെ ബഹുസമസ്തക്കെതിരെ വരുന്ന ഗൂഢാലോചനകളെയും വ്യാജ പ്രചരണങ്ങളെയും തെളിവ് സഹിതം പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്ന നല്ല ആത്മാർത്ഥതയുള്ള അഹ്ലുസുന്നയുടെ ധീര ഭടന്മാരാണ് ബഹുമാനപ്പെട്ട അബൂ ത്വാഹിർ ഫൈലിയും സൽമാൻ അസ്ഹരി ഉസ്താദും. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ രീതിയിൽ തന്നെ ആദർശ കാര്യങ്ങൾ പറയുന്നതിനാൽ വഹാബി, മൗദൂദി, സുഹാബി, ലിബറൽ സങ്കരവാദികൾ ഇന്ന് ഈ പണ്ഡിതർക്ക് നേരെയും തിരിഞ്ഞിരിക്കുകയാണ്. സാധാരണ സുഹാബികൾ ചെയ്തു പോരാറുള്ള അതേ വികൃതവാദങ്ങളും വൈകൃത സ്വഭാവങ്ങളും ഇവിടെയും അവർ പ്രയോഗിച്ചു. ഒരു ലജ്ജയുമില്ലാതെ അവരുടെ അവസാനത്തെ ആവനാഴിയിലെ അസ്ത്രമായ വ്യക്തിഹത്യയാണ് ഇക്കൂട്ടർ തിരഞ്ഞെടുക്കുന്നത്. ഈ സ്വഹാബി കൂട്ടർ ആരോപിക്കുന്നത് അവരൊക്കെ ഷജറയാണ്, മരക്കുറ്റിയാണ് എന്നാണ്. വെറും അടിമകളായ ഈ സുഹാബികളുടെ ധാരണ സമസ്തയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നവരൊക്കെ ഷജറകളും മരക്കുറ്റികളും ആണെന്നാണ്. സുഹാബി അടിമക്കണ്ണുകളോട് നമുക്ക് പറയാനുള്ളത്, സമസ്ത ആദർശം ഒരു അടുക്കളയിലും കൊണ്ടുപോയി വെക്കാനും അവിടുത്തെ ആളുകൾക്കനുസരിച്ച് വേവിച്ചെടുക്കാനും ഉള്ളതല്ല എന്നാണ്. ഈ പ്രസ്ഥാനത്തിന് ഒരു ആദർശമുണ്ട്, സ്ഥാപക ലക്ഷ്യങ്ങളുണ്ട്. അത് പലയിടത്തും കൊണ്ടുപോയി അടിയറവ് പറഞ്ഞ സുഹാബികൾക്ക് സമസ്ത മക്കളൊക്കെ ഷജറകളും മരക്കുറ്റികളുമായി തോന്നുന്നുവെങ്കിൽ ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. കമ്മ്യൂണിസത്തിന് വേണ്ടി പണിയെടുക്കുന്നവരത്രേ. സകല യുക്തിവാദത്തിലേക്കും ഉമ്മത്തിനെ തള്ളിയിടാൻ കാരണമായേക്കാവുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്ന വഹാബി, മൗദൂദി തുടങ്ങിയ സകല ബിദഇകളെയും അകത്ത് പൂവിട്ട് പൂജിക്കുന്ന ഈ സുഹാബി വർഗം കാലങ്ങളായി ആദർശം പറയുന്ന പണ്ഡിതന്മാർക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും നിരന്തരം ഉന്നയിക്കുന്ന, പ്രചരിപ്പിക്കുന്ന നുണക്കഥകളിലൊന്നാണിത്. രാഷ്ട്രീയക്കാരെ നമുക്കറിയാം, അത് കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മാറി മറിയുന്ന ഒന്നാണ്. ഒരു പുറത്ത് കമ്മ്യൂണിസം പറഞ്ഞ് നടക്കുമ്പോൾ മറുപുറത്ത് കമ്മ്യൂണിസത്തെ ചേർത്തുപിടിച്ച് ആളുകളെ വിഡ്ഢികളാക്കുന്നു സുഹാബികൾ. ഇവരുടെ എതിർ രാഷ്ട്രീയ കക്ഷികൾക്ക് തിരിച്ചും അത്തരം സമീപനങ്ങൾ കാണാം. രാഷ്ട്രീയത്തിലെ തമ്മിൽ തല്ലുകൾക്ക് വേണ്ടി പണ്ഡിതന്മാർ തുള്ളിക്കളിക്കണമെന്ന വഹാബി രാഷ്ട്രീയക്കാരുടെ സങ്കര ഇസ്ലാമിസ്റ്റുകളുടെയും നിർബന്ധ ബുദ്ധിയുടെ ഭാഗമാണിതൊക്കെ. ഇന്നത് സുഹാബികൾ ഏറ്റെടുത്തു കൃത്യമായി ചെയ്യുന്നു എന്ന് മാത്രം. സുന്നി മക്കൾ സൂംബ ഡാൻസിനെതിരെ പ്രതികരിച്ചില്ല പോലും. ആരാണിത് പറയുന്നത്? ഒന്ന് നോക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്ക് കൃത്യമായ ധാരണയും ബോധവും ഈ വിഷയത്തിലുണ്ട്. എന്നാൽ പ്രതികരിച്ച സുഹാബി നേതാക്കളുടെ വാദഗതികളുടെ കോലം നമ്മൾ കണ്ടു. സ്വന്തം തട്ടകത്തിൽ ആളുകൾ പോലും അതിനെ അനുകൂലിച്ചപ്പോൾ പേനയുന്താത്ത സുഹാബികൾക്ക് എന്ത് ധാർമ്മിക ബോധമാണ് ഈ വിഷയത്തിലുള്ളത്? ധിക്കാരികളായ അധികാരികൾക്ക് വേണ്ടി സുഹാബികളെപ്പോലെ നിലപാടും ആദർശവും ഒരു അമ്മിക്കടിയിലും സുന്നിമക്കൾ അടിയറവ് വെക്കില്ല. ബഹുസ്വര സമൂഹത്തിൽ നല്ല ആദർശബോധത്തോടെ തന്നെ ഇത്രയും കാലം ജീവിച്ചവരാണ് സമസ്തയുടെ മക്കൾ. ഇന്നും അങ്ങനെ തന്നെ ജീവിക്കുന്ന സമസ്ത മക്കൾക്ക് സങ്കര വഹാബി, മൗദൂദി കൂട്ടുകെട്ടുകാർ ക്ലാസ് എടുക്കാൻ വരേണ്ടതില്ല. നല്ല ഒരുമയോടെ ഒന്നിച്ച് വിഭാഗീയതകളും ആശയ സംഘടനകളുമില്ലാതെ പരിശുദ്ധ ദീൻ, അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅ മുറുകെ പിടിച്ച് മുന്നോട്ടു പോയിരുന്ന സമൂഹത്തിലേക്ക് വിഷവിത്തുകളുമായി കടന്നു വന്നവരാണ് വഹാബികളും ബിദഇകളും. ആ ഫിത്നയിൽ നിന്ന് ഉമ്മത്തിന് രക്ഷ നൽകാനാണ് മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ 1926 സമസ്തക്ക് അസ്ഥിവാരമിട്ടത്. ബിദഅത്തിന്റെ അപകടം ഭയാനകമാണ്. അതിൽ അകപ്പെട്ടാൽ ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനോട് കൃത്യമായ ഒരു അകലം പാലിക്കാൻ പണ്ഡിത ലോകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ചിലർ മറ്റു പല ലക്ഷ്യങ്ങളും വെച്ച് ഈ അതിർവരമ്പുകൾ പൊട്ടിക്കാനും അതിന് പുതിയ മാനമുണ്ടാക്കി പൊതുസ്വഭാവമാക്കി മാറ്റാനും ശ്രമിക്കുന്നു. ഇത്തരം വാദഗതിക്കാരുടെ വാലുകളായി മാറിയവരാണ് സാക്ഷാൽ സുഹാബികൾ. സമസ്തയുടെ മക്കളെ പഠിപ്പിക്കാൻ വരുന്ന സുഹാബി മുഫ്തികൾ ഒന്നാലോചിച്ചാൽ മതി. ഈ പ്രശ്നത്തിൽ എടുത്തുചാടിയ സുഹാബി നേതാക്കളുടെ റിവൈസിഡൽ എന്തിനായിരുന്നുവെന്ന്. അതുപോലെ ഒരു സൂംബ ഡാൻസ് മാത്രമല്ല, സുഹാബികളൊക്കെ ആദർശം മറന്ന് താങ്ങി നടക്കുന്ന ആളുകളുടെയും വിഭാഗങ്ങളുടെയും വേദികളിൽ വലിയ രീതിയിൽ തന്നെ അനിസ്ലാമികമായ എത്രയോ കാര്യങ്ങൾ നടക്കുന്നു. ഹറാമുകളെ ഹലാലാക്കാൻ ഇത്തരം വേദികളിൽ പണ്ഡിത ധർമ്മം പോലും മറന്ന് തുതിപാഠകന്മാരായി മാറുന്ന സുഹാബി മൗലവിമാർ സുന്നിമക്കൾക്ക് ക്ലാസ് എടുക്കാൻ വന്നാൽ തെളിവ് സഹിതം കൃത്യമായി മറുപടി നൽകാൻ കഴിയുന്നവരാണ് സമസ്തയുടെ മക്കൾ എന്നോർക്കുന്നത് നല്ലതാണ്. എല്ലാ തിന്മകൾക്കും മറപിടിക്കാൻ സങ്കരമേലങ്കി അണിഞ്ഞ് കിണഞ്ഞു ശ്രമിക്കുന്ന സുഹാബികൾ തവളകളായി മാറരുത്. ആദ്യം സ്വന്തം അടുക്കളയിൽ നല്ലത് വിളമ്പണം. എന്നിട്ടല്ലേ
മറ്റുള്ളവരുടെ അടുക്കളയിൽ വിളമ്പുന്നതിൻ്റെ കുറ്റം പറയേണ്ടത്?